ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് എന്താണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല കേട്ടോ. ഞങ്ങൾ രാവിലെ അല്ല, അമ്പലത്തിലൊക്കെ പോയി. ഇവർ പോകുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നൊന്ന് എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളിന്ന് പോയി വരുമ്പോൾ അറിയാം എയിലൊക്കെ പോകുന്നു. ഞങ്ങൾ കുഞ്ഞേട്ടനെ ചോദിച്ചു, കുഞ്ഞേട്ടൻ ഇന്നും പണിയുണ്ട് കേട്ടോ. അമ്മ അച്ഛൻ പറഞ്ഞു നമ്മളെല്ലാവരും കൂടെ ഇവിടെ പോവാ, വയനാട്ടിൽ പോകണമെന്നല്ലേ. അത് പോവാന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുമെന്നല്ല. നടക്കുമോ? ആ, ഇന്ന് ഞങ്ങളൊന്ന് പോയിട്ട് വരാം. പോയിട്ട് വരുമ്പോൾ അറിയാം എവിടെയൊക്കെ പോയി എന്തൊക്കെയാണ്. അപ്പോൾ പോണ വഴിയുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ. ഓക്കെ, കേട്ടായി. ഫസ്റ്റ് ഞങ്ങൾ വരുന്ന വഴി സുബിച്ചേച്ചിൻ്റെ വീട്ടിലൊന്ന് കയറി കേട്ടോ. സുബിച്ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണേ. ഹെൽമെറ്റ് ഊരിയില്ല, അത് മറന്നുപോയി ഞാൻ. ചേച്ചി ഏതാ അവിടെ നിൽക്കുന്നു. ചേച്ചി വൈകുമെന്നാ. അല്ല, മറ്റേ കാലച്ചേച്ചി വൈകുമെന്നാവോന്ന്. കിണ്ടിയിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴേ ഇരിക്കണം വെള്ളേ. ഈ ചെടികൾക്ക് ഒഴിക്കുമ്പോൾ ഇതിനൊരു കോപ്പറിൻ്റെയോ എന്തേലും ചെല്ലുന്നുണ്ടാവേ. നല്ലൊരു ഫ്രഷ്നെസ് ആയി കിണ്ടിയിലെ വെള്ളം ഒഴിക്കുന്നതല്ലേ. ഞങ്ങൾ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ്. ഇന്ന് മനോഹരമായ കാഴ്ച നോക്കി. ചേച്ചി ചെടി നനയ്ക്കായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ചേട്ടാ. അയ്യോ, വഴുതനങ്ങ. അത് കൂടും ഇവിടെ ഒരു വഴുതനങ്ങ ഉണ്ടായിരുന്നു. അവൻ ചോദിച്ചാൽ അത് എന്താ. അവൻ വേഗം വന്നിട്ട് അത് എടുത്തൊരു കടി. അമ്മ ചേച്ചി ഇതാ ചായ എടുക്കുന്നു. ഞങ്ങൾ ചായ കുടിക്കലില്ലേ ചേച്ചി എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താണെങ്കിലും വല്ലപ്പോഴും കിട്ടുന്ന ചായ അല്ലേ അല്ലേ. ചായ കുടിക്കാൻ നേരത്ത് അടിപൊളി ചായ. ഇനി പിള്ളേർക്ക് ചെറിയ ക്ലാസ്സിൽ കേറി ഇരുന്നോ? അല്ല, ഇത് എന്താണ് ആദ്യക്കൂട്ടനെ ചായ കുടി. അമ്പലത്തിലെ വഴിപാട് ഏൽപ്പിച്ച പായസം. അമ്മയില്ല. ചായ തന്ന് ചായപാത്രം എല്ലാം ഇവിടെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും. കുടു ഹായ്. അങ്ങനെ ചേച്ചീനെ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയിൽ സുബിചേച്ചി കുക്ക് ചെയ്യുന്നുണ്ട്. ചേച്ചി മീറ്റ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്നൊക്കെ ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്തു. ചേച്ചി വരുന്നത് കാണുമ്പം കയറി വരുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറയണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്തു ഒക്കെയാണ് ഞങ്ങൾ നിന്നത് കേട്ടോ. പക്ഷേ ചേച്ചി വരുന്ന സമയത്ത് ഞങ്ങൾക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റിയില്ല. മക്കളോട് നോക്കണം എന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ അവർക്ക് നോക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങളെ പ്ലാനിങ് എന്താണെന്നറിയാം, അത് കഴിഞ്ഞു പോലേ. പ്ലാനിങ് കഴിഞ്ഞു. അപ്പൊ ഇന്ന് നമുക്ക് ചേച്ചിനെ ഒരു പ്രാങ്ക് ഒപ്പിക്കാല്ലേ. ചേച്ചി തിരുവമ്പാടി ഇറങ്ങിയിട്ടുണ്ട്. പോന്നോ? അപ്പൊ ചേച്ചി വരുമ്പോ നമ്മളൊരു പ്രാങ്ക് ഒപ്പിക്കാം. ചേച്ചി എങ്ങനെയാ ചേച്ചി റിയാക്ട് ചെയ്യാന്നറിയാമല്ലോ അല്ലേ. ഞങ്ങൾ എങ്ങനെയാട്ടോ വിചാരിച്ചത്, കലച്ചേച്ചിയുണ്ട്. കല എന്ന് പറഞ്ഞിട്ട് നമ്മളെ റിലേറ്റീവും ആണ്. അതുകൂടാതെ കല ഫാഷൻ പ്ലസ് അല്ലേ ആ ചാനലിൽ ചേച്ചി കേട്ടോ. അപ്പോൾ ചേച്ചി വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ ചേച്ചീനെ ഞങ്ങളൊന്ന് പ്രാങ്ക് ചെയ്യാമെന്ന് ചോദിച്ച് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ വിജയിക്കുമെന്നൊന്നും അറിയില്ല, ഞങ്ങളൊരു ശ്രമം നടത്തട്ടെ. ഓക്കെ, നമുക്ക് വരുമ്പോൾ കാണാം. ചേച്ചി വരുന്നുള്ളതെന്ന് ഞങ്ങൾ നോക്കാട്ടോ. ഇടയ്ക്കിടയ്ക്ക് പോയി ചേച്ചി വരുമ്പോൾ കാണാം.
അങ്ങനെ ഞങ്ങൾ നോക്കണമെന്നൊക്കെ പറഞ്ഞ് മക്കളെ തിണ്ണലേക്ക് ഇവിടേക്ക് ഇരുത്തി. പക്ഷേ അവർ ശ്രദ്ധയിൽ പോയില്ല കേട്ടോ. ഞങ്ങൾ പുറകിൽ വർത്താനം പറഞ്ഞു നിന്നേ. പെട്ടെന്നായിരുന്നു കേട്ടോ ചേച്ചി വന്നത്. ചേച്ചി വന്നപ്പോൾ മോന് ഓടി വന്ന് അടുക്കളയിൽ വന്ന് പറഞ്ഞ് തിരിഞ്ഞപ്പോഴേക്കും ചേച്ചി നേരെ പുറകിലിതാ. പിന്നെ ഞങ്ങൾ ഒരു വിധത്തിൽ കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ 11 മണിന്ന്. അങ്ങനെ ഒന്നും പറയരുത്. അന്നേരം ഞാൻ പറഞ്ഞില്ലേ രമ്യക്ക് നേരം വൈകി ഞാൻ വരുന്നില്ല. ഇങ്ങനെയാണോ കൂട്ടുകാരെ? ഞാൻ വരുന്നില്ല ഞാൻ പറഞ്ഞില്ല പോരേന്ന്. ഞാൻ വിചാരിച്ചില്ല. അപ്പൊ രമ്യ എന്നോട് കൊറേ പറഞ്ഞല്ലോ, ചേച്ചി പോരെ സാരല്ല. ഞാൻ ഇവരോട് രമ്യ വന്നപ്പോ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. സുബീനോടും പറഞ്ഞു. ഇവരിങ്ങനെ പറയുന്നത് ഞാൻ ഓർത്തില്ല. എന്നാ നിങ്ങൾ ചെയ്ത ഞാൻ പൊക്കോളാടി. എനിക്ക് ഭയങ്കര വിഷമായി പോയി. ഞാനാണ് അങ്ങനെ പറയല്ല. നിങ്ങളോട് അത്ര ഞാൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഞാൻ ചോദിച്ചു ഇവരോട് രമ്യനോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചാ രമ്യ. അപ്പൊ നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. വന്നോ വൈകിയാലും വന്നോന്ന് നിങ്ങൾ സമയായില്ലേ ചേച്ചി. ഇവര് പറഞ്ഞ തെറ്റല്ല. ഇപ്പൊ രമ്യ വന്ന് 11 മണിക്ക് വിളിച്ചപ്പോ ഞാൻ പണിയെ കഴിഞ്ഞ് കയറി വന്നിട്ടേ ഉള്ളൂ. അപ്പൊ രമ്യ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. സുബീനോട് പറഞ്ഞു. സുബി പറഞ്ഞു സാരല്ല പോരേന്ന്. പിന്നെ രമ്യനെ ഞാൻ വിളിച്ചു. അപ്പോഴും ഇവര് വിളിച്ചപ്പോഴും പറഞ്ഞു സമയം സാരല്ല പോരേന്ന്. പിന്നെ ഇവരിങ്ങനെ ഞാൻ പറ്റിച്ചോ. ഇവര് പിന്നെ പോരാ. പിന്നെ ഞാൻ എത്ര ദൂരത്തുനിന്ന് വരണം. ബ്ലോക്ക് ഞാൻ തിരിച്ചു പോട്ടെ. പിന്നെ ഇവരെ പറ്റിക്കുന്ന് ഇവര് വിചാരിക്കല്ലേ നോക്കിയാൻ പോകുന്നേ. മതിയായിരുന്നു. ഫോണ് മഴയത്ത് ഞാൻ കൈ പിടിക്കോ? വണ്ടിന്റെ ഉള്ളിലല്ലേ ഫോൺ ഉള്ളത്. നമ്മള് കേൾക്കുവോ? ഞാൻ പിന്നെ പോയാലോ? ശരി എന്നാ നിങ്ങൾ ചെയ്തോ. ഞാൻ ചെയ്യുന്നില്ല. അതൊക്കെ ഞാൻ ചോദിച്ചതല്ലേ. ചെയ്യണ്ട, എനിക്ക് കുഴപ്പമില്ല. ഞാൻ പൊക്കോളാം. ഏതായാലും വന്നല്ലെങ്കിൽ അതെന്ത് ചേച്ചി ഇവര് ഒത്തോണ്ട് എനിക്ക് അറിയത്തില്ല. സുബിയൊക്കെ പറയുന്നത് ഞാൻ വിചാരിച്ചില്ലേ. എനിക്ക് എനിക്ക് അറിയത്തില്ലല്ലോ. സുബിന് അങ്ങനെയല്ല. നീ വെള്ളം കൊണ്ട് സത്യം പറഞ്ഞതാ. നീ അയ്യോടാ സങ്കടമായി. ഈ അമ്മച്ചി പറഞ്ഞു നീ വെള്ളം കൊണ്ട് കൊടുക്കണേ അമ്മേ. നമ്മളല്ലേ. അപ്പൊ ഞാൻ കൊറേ പ്രാവശ്യം പറഞ്ഞതല്ലേ. പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു അയ്യോ കരയുന്നുണ്ടോ? ഞങ്ങൾക്ക് വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ അപ്പോഴേക്ക് അടുക്കളയിലെത്തി. പിന്നെ ഞാൻ മിണ്ടാതെ നിന്ന് ഇന്നത്തെ വീഡിയോ ആയി. സംഭവം കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ വീഡിയോ വിചാരിച്ചെന്താ ചേട്ടൻ ഇനി ഞാൻ എന്ത് പറയുന്നു. ഭയങ്കര പേടി എനിക്ക്. ഇങ്ങനെ നമ്മളെന്താ പറയാ, എനിക്ക് പിള്ളേരൊന്നും ഇങ്ങനെ പറഞ്ഞ് എനിക്ക് പറ്റൂല. അപ്പത്തേനെ നമുക്ക് വേഗം സങ്കടം പറഞ്ഞു. നിന്നെ എനിക്ക് അറിയത്തില്ലല്ലോ. പക്ഷെ സുബി എന്നോട് അത് പറഞ്ഞല്ലോ. പക്ഷെ ഭയങ്കര ചിരിയുണ്ട്. പക്ഷെ ഇവിടെ മുഖത്ത് ഭയങ്കര നീ ചിരിച്ചു. അയ്യേ ചേച്ചി ചിരിച്ചു. എന്നോട് തീരെ ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ കൊച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ എല്ലാരും കണ്ടില്ല ഇവരെന്നെ പറ്റിച്ച്. എനിക്കിങ്ങനെ സങ്കടിക്കുന്നവര് നമ്മളോട് എന്തെങ്കിലും പറഞ്ഞു എനിക്ക് ഭയങ്കര സങ്കടമാട്ടോ. വീട്ടിലൊക്കെ അല്ലേ വിഷമായി പോയിട്ട് പാഠം പഠിക്കാം. ആരെന്ത് പറഞ്ഞാലും നമ്മള് സ്ട്രോങ് ആയിട്ട്. പക്ഷെ എനിക്ക് അങ്ങനെ എനിക്ക് കഴിയൂലടി. അങ്ങനെ ഞങ്ങള് പക്ഷെ ഇതിലും വലുതൊക്കെ പ്ലാൻ ചെയ്ത് തന്നത്. ഇതില് ശക്തമായിട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ അവിടേക്ക് എത്തിച്ചില്ല. ചേച്ചിയുടെ വരവ് പെട്ടെന്ന് അതാണ് ഞങ്ങൾ അടുക്കള ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്തത്. നമ്മൾ ഇവിടെ ആവണ്ടിയിരുന്നു. എന്തായാലും അടിപൊളിയായിട്ട് കിട്ടിയില്ലേ? എന്റെ ദൈവമേ പാവം കരഞ്ഞു. പിന്നെ ഞാൻ കരയാതിരിക്കുവോ? എനിക്ക് ഇപ്പോഴും കൂടെ കരച്ചിൽ ഞാൻ അടക്കിയതാ. എന്റെ മുഖത്തേക്ക് നോക്കുമ്പോ ചേച്ചിക്ക് തോന്നുന്നത് എനിക്കറിയാം. പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഭയങ്കര ഗൗരവം. പിന്നെ മുഖത്ത് അത്രയും
ഞാൻ എന്നിട്ടില്ലേ ഞാൻ എന്നാ ചെയ്യുന്നറിയോ, എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിന് പാവം തോന്നുന്നു, നിർത്തിയാലോ അതൊക്കെ ഇങ്ങനെ തോന്നുന്നു. എന്റെ മനസ്സിലുണ്ട് എവിടെ വെച്ചാ കട്ട് ചെയ്യണ്ടേ, എവിടെ വെച്ചാ നിർത്തണ്ടേ. ഞങ്ങൾ കേറുവാ, ഇറങ്ങുവാ, ഞങ്ങൾ ഇറങ്ങുവാ. എപ്പോഴെങ്കിലും വിളിക്കുമ്പോ എന്തും പ്രതീക്ഷിച്ച് കേറി വരാം. എവിടെ അറിയോ അങ്ങനെ വരുന്നത്. അതാണ് ഇനി എവിടെ വരുമ്പോഴും ഞാൻ വിചാരിക്കും രമ്യക്ക് എന്താ പറ്റി. രമ്യ അവിടുന്ന് നോക്കുമ്പോ തന്നെ നല്ല സ്ട്രോങ്ങിലാ വരുന്നത്. ഞാൻ അവിടുന്ന് മാക്സിമം ആ ലെവൽ അങ്ങോട്ട് മാറി. കാരണം തീരുമാനിച്ച് നമ്മള് വിചാരിച്ച് വന്ന കാര്യം നടക്കണ്ടേ. അത് ചീറ്റി പോയാൽ പിന്നെ നമ്മൾ വന്നതിന് കാര്യമുണ്ടോ. അതിനു വേണ്ടി ഇങ്ങനെ ശ്രമിച്ച് വരെ അടുക്കളയെന്ന് വെച്ചു. എന്നിട്ട് ഞാൻ ചേച്ചിനോട് തിരിഞ്ഞു നോക്കി, എന്താ പറയാ, എന്താ ചെയ്യും. ഞാൻ കേട്ടില്ല. അതെന്താ അറിയോ, പിന്നെ എന്റെ മോദിക്ക് പറഞ്ഞു ഞാൻ വിചാരിച്ചതൊന്നുമില്ല, ഇനിയിപ്പോ വേണ്ടായിരിക്കും. ഇവിടെ എന്റെ മോദിക്ക് നല്ല ഗൗരവം. ഇരിക്കുന്നുണ്ട്. പക്ഷെ രമ്യയുടെ നോക്കി നോക്കിയപ്പോ എന്തോ ഒരു വിഷമായി പോയി എനിക്ക്. എന്നോട് തിരിക്കരുത്, വരുമല്ലേ, അതുകൊണ്ടത് വിജയിച്ചത്. അതല്ല, എന്നാൽ ഇത്ര ഗൗരവത്തിൽ ആർക്കും കിട്ടിയിട്ടുണ്ടാവുകയല്ല. പ്രാങ്ക് കിട്ടി കരഞ്ഞ ആളുകൾ ബ്ലിങ്കസ്യാന്ന് പറഞ്ഞു നിൽക്കുന്നു. ഞങ്ങൾ പോവാൻ നോക്കാട്ടോ ചേച്ചി ഇവിടെ ചക്കപ്പുഴുക്കോ ചക്കയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇത് കഴിച്ച് ഞങ്ങൾ ഇറങ്ങും. പോവാം കുടു. മതി മതി ശരി, മാറാതെ ഒരാൾ വിഷമം മാറുന്നില്ല കേട്ടോ. തലക്കൊക്കെ ഭയങ്കര പണി, നെഞ്ചിന് ഭയങ്കര എന്തോ ഒരു പാരം പോലെ ഇരിക്കും. ഇത് കേട്ടിട്ട് ഇനി നിങ്ങൾ ഞങ്ങളെ പൊങ്കാല ഇടരുത്. ചേച്ചീനെ പ്രാങ്കിന്ന് പറഞ്ഞ് ഞങ്ങൾ ചീത്ത പറഞ്ഞേക്കരുത് കേട്ടോ, വെറുതെ ഒരു രസം. പ്രാങ്കൊക്കെ ഒപ്പിച്ച് ഞങ്ങൾ പോവാം. എല്ലാരും ടാറ്റ. അയ്യോ ഗുരു ആ വീട്ടിലെത്തി. അമ്മേ അമ്മേ മോളെ ഓക്കെ ബൈ. ഇനി വരുമ്പോ കാണാട്ടോ. അടുത്ത വരവിന് ചേച്ചിക്ക് പ്രാങ്ക്. അയ്യോ പറയാതെ പോണോ അല്ലേ. എന്ത് പ്രാങ്കായാലും ഏക്കിയല്ല.